നമസ്കാരം. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, മിൽക്ക് ടീ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്ലൂ ടീയെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഇത് നമുക്ക് ആരോഗ്യപരമായിട്ടും സൗന്ദര്യ മേഖലയിലും ഒക്കെ തന്നെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. പുതുതായിട്ട് വന്നതൊന്നുമല്ല, പണ്ടുകാലം മുതൽക്കേ ഉള്ളതാണെങ്കിലും അത് കൂടുതൽ പ്രചാരത്തിൽ വന്നത് ഈ അടുത്ത കാലത്താണ് എന്നുള്ളതേ ഉള്ളൂ. മറ്റൊന്നുമല്ല, നമ്മുടെ ബട്ടർഫ്ലൈ പീ എന്നറിയപ്പെടുന്ന ശംഖുപുഷ്പം, അതിൽ നീല കളറിലുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന നീല ചായയെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാലോ ഇതിൻ്റെ ഗുണത്തിൽ വളരെ മികച്ചതാണ് കേട്ടോ. അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ചായയൊന്നും അല്ല. പലപ്പോഴും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ശീതളപാനീയങ്ങൾ കുടിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ പറയുന്ന ഒന്നാണ് ചായയും കോഫിയും ഒക്കെ ഒന്ന് കുറയ്ക്കണേ എന്നുള്ളത്. ഇനി ഇത് ആണെങ്കിലോ ഏതായാലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ കഴിക്കരുത് എന്നുള്ള, ദിവസത്തിൽ ഒരു ബ്ലൂ ടീ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദേജി. കാഴ്ചയിലെ മനോഹാരിത മാത്രമല്ല, ഗുണത്തിലും വളരെ കേമനാണ് നമ്മുടെ ബട്ടർഫ്ലൈ പീ അല്ലെങ്കിൽ ശംഖുപുഷ്പം എന്നുള്ളത്. ഇവിടെ ഞാൻ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ബട്ടർഫ്ലൈ പീ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നീല ചായ അല്ലെങ്കിൽ ബ്ലൂ ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഷ്ലി ഇത്തരം പൂവ് അവൈലബിൾ അല്ലെങ്കിൽ പുറമെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്കിതുപോലെ ക്രീം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെയുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഫോം വാങ്ങി വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുഷ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 2-3 ശംഖുപുഷ്പം ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ കളറ് കണ്ടോ മാറി വരുന്നത് കാണാം. ഇനി നല്ല നീല കളറ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം ലെമൺ ജ്യൂസും കൂടെ. ഈ ഒരു ലെമൺ ജ്യൂസ് സിട്രിക് സ്വഭാവമുള്ള ഈ ഒരു ജ്യൂസ് ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ കളറ് ടോട്ടലി ചേഞ്ച് ആയിട്ട് നമുക്കൊരു പർപ്പിൾ ടീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നു എന്നുള്ളേ ഉള്ളൂ, സ്വാഭാവികമായിട്ടുള്ള ഗുണം തന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ഹെൽത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈഡ് ഫോം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഈ ഒരു ഡ്രൈഡ് ഫോം ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം മധുരത്തിന് വേണമെങ്കിൽ അല്പം തേനും കൂടെ ചേർത്താൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നവരാണോ എങ്കിൽ ശംഖുപുഷ്പം കിട്ടിയാൽ അത് ഒഴിവാക്കി കളയരുതേ. കാരണം മുഖത്ത് പിമ്പിൾസ് അല്ലെങ്കിൽ കുരുക്കൾ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ആക്നെ ബാക്ടീരിയാസിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിന് സഹായിക്കുന്ന സീറം രൂപത്തിൽ നമുക്ക് അല്പം ഒരു 4 പൂവ്, ഫ്രഷ് പൂവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള ഇതുപോലെയുള്ള ഉണക്കി എടുത്തിട്ടുള്ള പൂവ് ചേർത്താലും മതി. വളരെ കുറഞ്ഞൊരളവിലുള്ള വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ആ കളർ എസെൻസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിന്നീട് ഒരു അല്പം അലോവേര ജെല്ലും അല്പം വൈറ്റമിൻ ഇ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു സീറം രൂപത്തിലാക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മുൻപ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്രീമായിട്ടും ഇതിനെ ഉപയോഗിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോറൂട്ട് പൗഡർ മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെ നമുക്കിതിനെ ക്രീം രൂപത്തിൽ മറ്റൊരു ടെക്സ്ചറിലാക്കി എടുക്കാം. ഇതൊക്കെ സ്കിന്നിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയാണ്. നമ്മൾ പലപ്പോഴും ക്രീമുകളെയൊക്കെ പുറത്തുനിന്ന് ആശ്രയിക്കാറുണ്ടല്ലോ. ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും തന്നെ നല്ലത്. അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സ്കിന്നിന് പലർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും, പല ഇറിറ്റേഷൻ കാണിക്കാറുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഈ ശംഖുപുഷ്പം എന്നുള്ളത്. ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുമാത്രമല്ല അതിന് ആൻറ്റി ഏജിങ് ആക്ഷൻ ഉണ്ട്. സ്കിന്നിന് നല്ല യങ് ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന്, അമിതമായിട്ടുള്ള ഫാറ്റിനെ കുറയ്ക്കാനും കൂടെയുള്ള ഒരു ആക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് പുറമേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലെ ഇതുപോലെ ഒരു
ടീ ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാനും വളരെ നല്ലതാണ്. ഇതിനിപ്പം മധുരം നിർബന്ധമുള്ളവർക്ക് ഞാൻ ഈ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബ്ലൂ ടീ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറും ശംഖുപുഷ്പം എന്നുള്ളത്. പ്രകൃതിയിൽ നമുക്ക് കാണപ്പെടുന്ന ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു നിറമാണല്ലോ നീല. അതുപോലെ ഉൽപ്പന്നങ്ങളിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ മഞ്ഞ, ഓറഞ്ച്, പച്ച, തവിട് കളറ് എന്നീ നിറങ്ങളൊക്കെ തന്നെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നാലും അത്ര തന്നെ കാണാൻ സാധ്യമല്ലാത്ത ഒന്നാണ് നീല കളറ്. നീല നിറമുള്ള ഭക്ഷണങ്ങൾക്ക് അവയുടെ സിഗ്നേച്ചർ നിറം നൽകുന്നത് പ്രകൃതിദത്ത പിഗ്മെൻ്റ് ആയിട്ടുള്ള ആന്തോസയാനിൻ ആണ് കേട്ടോ. ഈ ഒരു പിഗ്മെൻ്റ് തന്നെ നമ്മുടെ ഈ ഇതിലും ശംഖുപുഷ്പത്തിലും അടങ്ങിയിട്ടുള്ളത്. ആന്തോസയാനിൻ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിത് പലപ്പോഴും അസിഡിക്കും ആൽക്കലൈനും ആയിട്ടുള്ള ഏത് അന്തരീക്ഷത്തിലാണോ അവയുള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ കളറ് വ്യത്യാസപ്പെടുത്താൻ ഈ പിഗ്മെൻറ്റിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു അസിഡിക് നേച്ചറായിട്ടുള്ള ലെമൺ ചേർക്കുന്ന സമയത്ത് ഇത് പർപ്പിളായിട്ട് മാറുന്നത്. ഇതിൽ ഫ്ലാവനോയിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കുന്നത്. നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് മുഖത്തായാലും കയ്യിലും കാലിലൊക്കെ ചുളിവുകൾ അധികമായിട്ട് കാണപ്പെടാറുള്ളത്. അപ്പോൾ അതിനൊരു നാച്ചുറൽ സോഴ്സാണ് ഈ ഒരു നീല ചായ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കേശ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു ഗ്ലാസ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ടീ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ കഫ്, കോൾഡ്, ആസ്മ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അത്തരം കണ്ടീഷൻസിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നല്ലൊരു എക്സ്പെക്ടറൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഉള്ളിലുള്ള കഫത്തെ പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് അതിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി അതുപോലെ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആങ്ഷൈറ്റി, അമിതമായിട്ടുള്ള ചിന്താ പ്രശ്നങ്ങൾ, വിഷാദ രോഗം ഇതിനൊക്കെ അടിമപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ സ്ട്രെസ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രെസ് ഉള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഒരു പരിധി വരെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ശംഖുപുഷ്പം എന്നുള്ളത്. അപ്പോൾ ശംഖുപുഷ്പം നിങ്ങൾക്ക് ഈ ചായയായിട്ട് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന രീതി മറ്റ് പല രീതികളുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഫുഡിന് ഒരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. പുഡിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പല വെറൈറ്റി ഫുഡുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഇത്തരം ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. നല്ലൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ഈ ആൻറ്റി ഡിപ്രസൻ്റ് മെഡിസിൻ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുവിധം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ. സ്ട്രെസ് ഒന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഏത് കാര്യത്തിനായാലും ആവശ്യത്തിന് സ്ട്രെസ്സൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന പ്രവർത്തികളിൽ പോലും നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന പലവിധ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്ത് ശീലിക്കുന്നതൊക്കെ നല്ലതാണ്. എന്ത് തന്നെയായാലും എപ്പോഴും പറയുന്നത് പോലെ അധികമാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ശംഖുപുഷ്പം പല രൂപത്തിൽ, ഭാവത്തിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.